ഹലോ നമസ്കാരം. നാളത്തെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ മഴത്തോര് മുംബൈയിൽ നാളെ ഒരു സംഭവം തന്നെ നടക്കുക കേട്ടോ. അതായത് ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനും മലീനയെ പറഞ്ഞയക്കാനൊക്കെ ആയിട്ട് ഒരു പട തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക്. പക്ഷേ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ബാലചന്ദ്രൻ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു സംഭവ ബഹുലമായിട്ടുള്ള കഥ തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു പട തന്നെ എത്തിയേക്കാണ്. അയാളെ ചോദ്യം ചെയ്യുകയും മലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയുമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ നമ്മുടെ ബബിത പോയിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയോട് റൂമിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് താഴേക്ക് ചെല്ലുകയാണ്. അങ്ങനെ താഴേക്ക് ചെല്ലുന്ന സമയത്ത് അങ്ങനെ ശിവേട്ടനും രാജീവും ഒക്കെ ഉണ്ടല്ലോ. രാജീവിൻ്റെ മുഖം കനത്താണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ അല്ലേ, അവരൊക്കെ ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിലും അപ്പോൾ ബാലചന്ദ്രൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതുവരെ കണ്ടൊരു ബാലചന്ദ്രനെ അല്ല ഇപ്പോൾ എല്ലാവരും നേരിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എല്ലാവരും വന്നാൽ മാത്രമല്ലേ നീ എങ്ങനെയെങ്കിലും ഒന്ന് അടങ്ങുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നത്. എന്നെ അടക്കി ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് വന്നതാണോ? എന്നാൽ പിന്നെ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാനിവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, നീ കളിയാക്കണ്ട ബാലചന്ദ്ര, എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയാണ് ശിവേട്ടൻ. അതെന്താ ശിവേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഇവിടെ നടക്കുന്ന എന്ത് മനസ്സിലാവുന്നില്ല എന്നാണ് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അല്ല, ഇവിടെ എന്താണ് നടക്കുന്നത്? നീ എന്തിനാണ് ആ അലീനയെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? വൈജയന്തിക്ക് ഇഷ്ടമല്ല എങ്കിൽ അവളെ പറഞ്ഞയച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വൈജയന്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുത്താൽ പിന്നെ എങ്ങനെയാണ് അതൊരു കുടുംബം ആയി മുന്നോട്ട് പോകുന്നത്? എൻ്റെ ഇഷ്ടങ്ങളും നടക്കണ്ടേ, ഇത് എൻ്റെ വീടല്ലേ എന്ന് പറയാട്ടോ ബാലചന്ദ്രൻ. നിൻ്റെ വീടാണ് ശരി, സമ്മതിച്ചു. പക്ഷേ നിനക്ക് കുടുംബം എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ലേ? നിനക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട്. അപ്പം അതിനെപ്പറ്റി നീ ചിന്തിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കാട്ടോ ശിവേട്ടൻ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, ശരിയാണ്, ഒരു ഭാര്യ, നല്ലൊരു ഒന്നാന്തരം ഭാര്യയെ തന്നെ നിങ്ങൾ തന്നിട്ടുണ്ടല്ലോ, ശരി, സമ്മതിച്ചു. 3 മക്കളും ഉണ്ട്. അവരൊക്കെ വളർന്നു വലുതായി, അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായവും അവർക്ക് സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രായവും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, അല്ലാതെ ശിവേട്ടൻ്റെ പെങ്ങളല്ല അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും എല്ലാം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയട്ടോ. ശരി, സമ്മതിച്ചു. വൈജ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ശരി, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ഇവിടെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോയിരുന്നതല്ലേ? ഒരു വേലക്കാരി പെണ്ണ് അല്ലെങ്കിൽ ഒരു സെർവൻറ്റ്, ഒരു ഹോം നേഴ്സായിട്ട് വന്ന പെണ്ണിനെ ചൊല്ലി എന്തിനാണ് നിങ്ങൾ ഈ വീട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഈ രാവണ്യമ്മാമ്മയുടെ മക്കൾ ഗിരീഷൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ആദ്യം ഞാൻ കേൾക്കട്ടെ, അതിനുശേഷം ഞാൻ എല്ലാത്തിനും മറുപടി പറയാൻ ഗിരീഷ് എന്ന് പറയണം. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും മാറി മാറി സംസാരിക്കുന്നുണ്ട്. അതുപോലെ കമലയും ഭയങ്കര ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കമല പറയുന്നുണ്ട്, നാണമില്ലേ ബാലചന്ദ്രന് ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയോടും മക്കളോടും ഫൈറ്റ് ചെയ്യാനായിട്ട്? അവളെ പറഞ്ഞയച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, എന്തിനാണ് അവളെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വളരെ ഒരു വൾഗറായിട്ട്, അതായത് മോശമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ നന്നായിട്ട് മറുപടിയും കൊടുക്കുന്നുണ്ട്. കമലേട്ടത്തിയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി, ഈ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറയട്ടോ. അതോടുകൂടിയിട്ട് കമലയ്ക്ക് പിന്നെ വോയിസ് ഇല്ലാണ്ടാവാണ്. അതെന്താ ബാലചന്ദ്ര നീ കമലയോട് അങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ ചേട്ടത്തിയുടെ സ്ഥാനത്തല്ലേ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ, സ്ഥാനമൊക്കെ അത് തന്നെയാണ്, ഇത്രയും നാളും അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ സ്ഥാനത്തിനനുസരിച്ചെല്ലാം ചോദ്യങ്ങളും മറുപടിയും ഒന്നും സംസാരമൊന്നും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടിയെ എൻ്റെ അടുത്തൊന്നും കിട്ടുള്ളൂ. അവരവരുടെ സ്ഥാനവും വിലയും ആരും കൊണ്ട് കളയാതിരുന്നാൽ നല്ലത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവളെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്? അവൾ പോകാനും തയ്യാറാണ്, അവളെ കൊണ്ടുപോകാനും ആൾക്കാരുണ്ട്, പിന്നെ അവളെ ഇവിടെ പിടിച്ചു വെക്കേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അവൾ എൻ്റെ മകളാണ് എന്ന് പറയട്ടോ. നീ വെറുതെ വാ കൊണ്ട് മകളാണ് എന്ന് പറഞ്ഞാൽ മകളാകുമോ എന്ന് ചോദിക്കണം. അതിനിടയ്ക്ക് വൈജയന്തിയും ഒച്ചിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചോദിക്ക് ശിവേട്ട, ഞാനിവിടെ ആരും ഇല്ലാത്തവളാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് ബാലചന്ദ്രൻ ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യങ്ങളാണ്, എൻ്റെ തീരുമാനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, അതെന്ത് സംസാരമാണ് ബാലചന്ദ്ര താൻ ഈ പറയുന്നത്? ഒരു വീടാകുമ്പോൾ അവിടെ ചെറിയ ചെറിയ വഴക്കും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും, അതൊക്കെ പരിഹരിച്ച്
രണ്ടുപേരും ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ ശിവേട്ടൻ ഈ പറഞ്ഞത് ന്യായമായ കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും, അപ്പോൾ അത് സംസാരിച്ച് ന്യായമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ അലീനയെ കൊണ്ട് ഈ വീട്ടിൽ ആർക്കും തന്നെ ഒരു ഉപദ്രവവും ഇല്ല. അതുകൊണ്ട് പിന്നെ അവളെ പറഞ്ഞയക്കേണ്ട കാര്യം എന്താണ്? മാത്രവുമല്ല അവളെ ഞാൻ എൻ്റെ മകളായിട്ട് ദത്തെടുക്കുക ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവളെ എല്ലാവരും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ പട്ടി അംഗീകരിക്കും അവളെ മകളായിട്ട്. ഈ വീട്ടിൽ ഒരു നിമിഷം പോലും അവളെ ഞാൻ നിർത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല ഇവിടെ താമസിക്കണം, ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കണം, ഇവിടെ എൻ്റെ കൂടെ തന്നെ വേണം എന്നൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പോകേണ്ടവർക്ക് പോകാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം എന്ന് പറയണം. ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട്, അതൊരുമാതിരി മറ്റിടത്തെ വർത്താനാണല്ലോ ബാലചന്ദ്ര, താൻ എന്തൊക്കെ കരുതിയേക്കുന്നത്? എന്തു ആവാന്നോ, എന്ത് തോന്നിയാസോ നടത്താമെന്നോ? തനിക്ക് നാണമാകുന്നില്ലേ ഭാര്യയുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഇമാതിരി പരിപാടി ചെയ്യാൻ? തനിക്ക് അത്രയ്ക്ക് അവളെ പിടിച്ചെങ്കിൽ, അത്രയ്ക്ക് നിനക്ക് അവളെ പിരിയാൻ വയ്യാന്നുണ്ടെങ്കിൽ വല്ല റിസോർട്ട് എടുത്തിട്ടോ വല്ല റൂം എടുത്തിട്ടോ കൊണ്ടുപോയിട്ട് തൻ്റെ ആഗ്രഹം തീർക്കണോ എന്ന് പറയണത് തെമ്മാടിത്തരം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കൈ വീശിയും കൊണ്ട് ഒരെണ്ണം കൊടുക്കട്ടോ രാജീവന് ആകെ പകച്ചു പോണ. ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ബാലചന്ദ്രൻ പെട്ടെന്ന് തല്ലുന്നുള്ളൂ. കാരണം അത്രയും മോശമായിട്ടാണ് ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാജീവൻ സംസാരിച്ചത്. രാജീവനാണെങ്കിൽ പകച്ചു പോവാണ്. പെട്ടെന്ന് രാജീവൻ കൈ ചൂണ്ടിക്കൊണ്ട് എന്നെ തല്ലാറായിടാന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ നേരെ വരിക കേട്ടോ. ബാലചന്ദ്രൻ്റെ നേരെ വരുമ്പോൾ ബാലചന്ദ്രനും അടുക്കരുത്, എന്നെ മിണ്ടിപ്പോവരുതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് ശിവേട്ടൻ വന്നിട്ട് അത് രാജീവനെ തടയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ബാലചന്ദ്രനെ തല്ലാതിരിക്കാൻ മാത്രമല്ല, ഇനി ബാലചന്ദ്രൻ രാജീവനെ തല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ എന്താ ബാലേന്ദ്രയെ കാണിക്കുന്നത്? രാജീവനെ തല്ലാൻ മാത്രം വളർന്നോ താൻ എന്ന് ചോദിക്കുമ്പോൾ വായിലിരിക്കുന്ന നാവ് വായിലിരിക്കണം. അതുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞാൽ അനാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ തല്ലിപ്പോകും. ഈ തല്ല് എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ധിക്കാരം പറയുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ രാജീവനാണെങ്കിൽ അടി കിട്ടിയ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോകട്ടോ. ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ മറ്റുള്ളവർക്കൊന്നും അവിടെ വോയിസ് ഇല്ല, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും താൻ ഈ രാജീവനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രാജീവൻ എന്ത് തെറ്റാ ചെയ്തത്? രാജീവൻ ചോദിച്ചത് ന്യായമല്ലേ? എവിടുന്നോ കയറി വന്ന ഒരു പെണ്ണ്, അവൾക്ക് വേണ്ടിയിട്ട് താൻ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ ആരാണെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ ചിന്തിച്ചു പോവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. ഇത്രയും വർഷമായിട്ട് ഞാൻ എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങനെയെങ്കിലും മോശമായി നടക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളറിയാതെയും ചെയ്യാലോ തനിക്ക്. ഓ ശരിയാണ്, ആരും അറിയാതെ എനിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് പരിചയമുള്ളവർ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാലോ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഇവരാകെ ഷോക്കായി പോകുന്നു, രാജീവും ശിവേട്ടനും അതുപോലെ നമ്മുടെ വൈജയന്തിയൊക്കെ ആകെ ഷോക്കായി പോവാട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, തൻ്റെ മക്കൾക്ക് പോലും അവരിവിടെ നിൽക്കുന്നത് താല്പര്യമില്ല, പിന്നെ എന്തിനാണ് ആ പെൺകുട്ടിയെ താൻ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കളുടെ കാര്യം ശിവേട്ടൻ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ്. എന്നാൽ താനൊന്ന് ചോദിച്ചു നോക്ക്, മക്കൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ, അതോ ഇവിടെ താമസിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ ബബിതയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബബിതയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അലീന ഇവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത ആകെ തപ്പിത്തടഞ്ഞ് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. താല്പര്യമുണ്ടോ അതോ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയണം. ഒന്നുകിൽ നിനക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ ഇതേ നിൻ്റെ അമ്മാവന്മാർ വന്നിട്ടുണ്ട് അവരുടെ കൂടെ പോയി താമസിക്കാം, നിനക്ക് അലീന ഇവിടെ നിൽക്കുന്നത് എതിർപ്പുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ബബിത ആകെ പെട്ടുപോവാണ്. എന്ത് ചെയ്യും എന്നായിട്ട് ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമല്ല അവൾ, അതുകൊണ്ട് അവൾ പോകുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അമ്മയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറയട്ടോ. എന്നാൽ ശരി, നീ അമ്മയുടെ പക്ഷം ചേർന്നിട്ട് അമ്മയുടെ കൂടെ അമ്മാവന്മാരുടെ കൂടെ പൊക്കോ എന്ന് പറയാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയല്ല, നീ തീരുമാനം പറ, അലീന ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. അതിനുശേഷം കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് അമ്മയുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ, അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അതുകൊണ്ട് അലീന ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ ശരി, നീ അമ്മയുടെ കൂടെ അമ്മാമ്മയുടെ കൂടെ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ താമസിക്കേണ്ട എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കൃഷ്ണമോള്, അവൾക്ക് അലീന ഇവിടെ നിൽക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ തനിക്കറിയാമെന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രനോട് ശിവേട്ടൻ. എനിക്കറിയാം, എൻ്റെ മോളെ എനിക്കറിയാം, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവൾ സ്കൂൾ വിട്ടു വരുമ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക എന്നും പറയുന്നുണ്ട്. പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, ഞാൻ അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചത് അവളിലെ നന്മയും സത്യസന്ധതയും ഒക്കെ കണ്ടിട്ടാണ്
എൻ്റെ മകളാവാനുള്ള എല്ലാ അവകാശവും യോഗ്യതയും അർഹതയും ഒക്കെ അവൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവൾക്ക് എൻ്റെ മകൾ എന്നുള്ളൊരു സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ഒരു കാര്യവും അറിയേണ്ട കാര്യമില്ല. ഏതോ ഒരു അച്ഛന് ജനിച്ച മകളാണ് അവൾ. ഒരു പക്ഷെ നല്ലതോ ചീത്തതോ ആയിരിക്കാം, ഒരു അച്ഛന് ജനിച്ച മകൾ തന്നെയാണ്. പക്ഷേ ഏതോ ഒരു വഞ്ചകിയായ സ്ത്രീയാണ് അവളെ പ്രസവിച്ചത് എന്ന് ഇടയ്ക്കൊന്ന് തല തിരിച്ച് വൈജയന്തിയെ നോക്കിയിട്ടാണ്, വൈജയന്തിയെ നോക്കുന്നില്ല, തല ആ സൈഡിലേക്കൊന്ന് തിരിച്ചിട്ടാണ് ബാലചന്ദ്രൻ പറയുന്നത്, ഒരു വഞ്ചകിയായ സ്ത്രീയാണ് അവളെ പ്രസവിച്ചത്. അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു വഞ്ചകിയായ സ്ത്രീയാണ് അവളെ പ്രസവിച്ചത്. എൻ്റെ ഏതോ ഒരു അച്ഛൻ്റെ മകളാണ് അവൾ. എനിക്ക് ഇപ്പോൾ അവൾ എൻ്റെ സ്വന്തം മകളാണ്. എൻ്റെ ബബിതയും കൃഷ്ണമോളും എങ്ങനെയാണോ അതുപോലെയാണ് എന്ന് പറയട്ടോ. അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ശരിയാവുള്ളൂ. കാരണം ഇത് ബാലചന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയ ബാലചന്ദ്രൻ്റെ വീടാണ്. ഈ വീട്ടിൽ ആര് താമസിക്കണം, എങ്ങനെ താമസിക്കണം, ആര് ഇറങ്ങിപ്പോണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. ഇവിടെ ഇനി എൻ്റെ ഏകാധിപത്യമാണ് നടക്കാൻ പോകുന്നത്. ആരൊക്കെ വന്നാലും ശരി, പോയാലും ശരി, എൻ്റെ തീരുമാനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ അടി കിട്ടിയതുപോലെ നിൽക്കട്ടെ. ഇവൻ ബാലചന്ദ്രനാണെങ്കിൽ തകർത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ബാലചന്ദ്രൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് ആരൊക്കെ വന്ന് പറഞ്ഞിട്ടും മാറ്റമില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവസാനം, ഇനി ആരൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അലീനയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവരുടെ മുന്നിലൂടെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സ്റ്റെപ്പിൽ നിന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, അലീനയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണം, അലീനയെ പുകച്ച് പുറത്ത് ചാടിക്കണം, അവളെ ഇവിടെ കൊണ്ടുപോയി കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ഈ വീട്ടിലോട്ട് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. അലീന എൻ്റെ മകളാണ്, എൻ്റെ മകൾ, ഞാൻ എവിടെ താമസിക്കുന്നു അവിടെ എൻ്റെ മകൾ താമസിക്കും എന്ന് തന്നെ പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇവരെല്ലാവരും അടി കിട്ടിയതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യത്തിനും തീരുമാനമായില്ല. ബാലചന്ദ്രൻ്റെ തീരുമാനം മാത്രം അവിടെ നടന്നു. അങ്ങനെ ബാലചന്ദ്രൻ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഡോറിനെ നോക്ക് ചെയ്ത് വിളിക്കുന്നുണ്ട്, മോളെ അച്ഛനാണ് തുറക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോറ് തുറക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്തായി അച്ഛ എന്ന് ചോദിക്കുമ്പോൾ, എന്താവാൻ, അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ മോള് എൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടേക്കും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ബാലചന്ദ്രൻ. അലീന സങ്കടത്തോട് കൂടിയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാട്ടോ. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോള് കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അച്ഛ അങ്ങനെയല്ല, താഴെ ഭയങ്കര പ്രശ്നമല്ലേ അമ്മ എന്നൊക്കെ പറയുമ്പോൾ, അമ്മയല്ല മാഡമാണ്, നീ എൻ്റെ മോളാണ്, നിനക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും നിനക്കില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. നീ ഈ അച്ഛൻ്റെ മാത്രം മോളാണ് എന്ന് പറഞ്ഞിട്ട് അവൾ കൂടുതൽ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് താഴെയാണ് വൈജയന്തിയും എല്ലാവരും ശരിക്കും കനത്ത പ്രഹരമേറ്റതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഭയങ്കര അഹങ്കാരമല്ലേ അയാൾക്ക് പണമുണ്ടെന്നുള്ള അഹങ്കാരമാണ്, എന്തും തോന്നിവാസം ചെയ്യാന്നുള്ള അഹങ്കാരമാണ് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ കനത്തിരിക്കാട്ടോ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബബിതയും അതുപോലെ രോഹിത്തും ശിവേട്ടനൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ അയാളോട് സംസാരിക്കും, അയാൾ അമ്പിന് വിലിനും അടുക്കണില്ല എന്നുള്ള ഒരു മട്ടിലാണ് അയാളുടെ ഭാവം. എന്തൊക്കെ ചെയ്തിട്ടും അയാളെ മാറ്റാനോ ഒതുക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ഇന്ന് അവളെ ഇറക്കി വിട്ടുതരാം, ഇന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ, എന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടായത്, എന്തെങ്കിലും നടന്നോ, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, അന്നേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണം വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നൊക്കെ എനിക്ക് ആവുന്നത് പോലെ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾക്കൊക്കെ അല്ലായിരുന്നോ ബാലചന്ദ്രൻ നല്ലവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞ് എന്നെ അയാളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് അയാളെ എൻ്റെ തലയിൽ വെച്ച് തന്നു എന്ന് പറയുന്നതായിരിക്കും ശരി, ഞാൻ എൻ്റെ ജീവിതം അതോട് കൂടിയിട്ട് തീർന്നു, ഒരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാണ് വൈജയന്തി. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് വൈജയന്തി ആശ്വസിപ്പിക്കും, എന്ത് പറഞ്ഞ് അലീനയെ എങ്ങനെ ഇറക്കി വിടും, ഈ കുടുംബം എങ്ങനെ ശരിയാക്കും എന്നൊന്നും അറിയാതെ ആകെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് വന്നവരൊക്കെ. നിൽക്കണോ പോണോ എന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇവിടെ എങ്ങനെ നിൽക്കാൻ പറ്റും, എത്ര നേരം നിൽക്കാൻ പറ്റും, എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും ഈ പ്രശ്നം സോൾവ് ആവാതെ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. ശരിക്കും വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരിക്കണം നാളത്തെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട്. ശരിക്കും ബാലചന്ദ്രൻ്റെ ആ പ്രകടനം, മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരു റിയാക്ഷനും, അതുപോലെ രാജീവിന് കിട്ടുന്ന തല്ല്, അതൊക്കെ കാണാനായിട്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഞാനും, അതുപോലെ നിങ്ങളും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈനാണ് പറഞ്ഞിട്ടുള്ളത് നാളത്തെ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.